ഡാനിയെ കണ്ടപ്പോൾ തന്നെ ക്യാബിലുള്ള എല്ലാ ഡ്യൂട്ടി ഡോക്ടർമാരും നഴ്സുമാരും സഹപ്രവർത്തകരും അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വന്നു. വെൽക്കം സർ, നൈസ് ടു മീറ്റ് യു. ഐ ആം ഡോക്ടർ ചന്ദ്രശേഖർ. എന്തായി, ക്യാബ് സ്റ്റാർട്ട് ചെയ്തോ? അതെ, സ്റ്റാർട്ട് ചെയ്തു. പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് സർ. സർ പ്ലീസ് കം, നമുക്ക് അകത്തേക്കിരിക്കാം. ഓക്കെ, ഞാൻ വരാം. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോളൂ, ആർക്കൊരു കുറവ് വരുത്തരുത്. ഓക്കെ. എല്ലാവരും അവരുടെ ജോലിയിൽ ഏർപ്പെട്ടു. കുട്ടികളെല്ലാവരും ക്ലാസ്സിലേക്ക് പോയി. ഡാനി കാറിൻ്റെ ഡോർ അടച്ച് നടക്കുന്നതിനിടയിൽ ചെറിയൊരു കാറ്റടിച്ചു. ചെറുതായിട്ട് കണ്ണിലേക്കൊന്ന് പൊടി വീണു. അവൻ മുഖം കഴുകാൻ വേണ്ടി ചുറ്റും നോക്കിയപ്പോൾ തൊട്ടടുത്ത് ലൈബ്രറിക്ക് മുന്നിലായി ഒരു വാഷ് ബേസ് കണ്ടു. അവൻ അങ്ങോട്ടേക്ക് നടന്നു. ഞാൻ നിന്റെ ഇത്രയും അടുത്തുണ്ടായിട്ടും എന്തേ നിനക്കെന്നെ മനസ്സിലാവുന്നില്ല? അതോ എൻ്റെ പ്രണയം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുകയാണോ? അവൾക്ക് മനസ്സിൽ തോന്നിയൊരു പൊട്ടത്തരം ലൈബ്രറിയിലെ ഒരു ബുക്കിലെ ഒരു പേപ്പറിൽ കൊത്തിക്കുറിച്ചു. എന്നിട്ട് സ്വയം തലക്കൊന്ന് കൊട്ടി പുഞ്ചിരിയോടെ ആ പുസ്തകം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ലൈബ്രറി പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് അവൾ വലിയ ഒരു വില കൂടിയ കാറ് ഗ്രൗണ്ടിൽ കിടക്കുന്നത് കാണുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങോട്ടേക്ക് നോക്കി നടന്നവൾ ഒരാളുമായി കൂട്ടിയിടിച്ചു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിട്ടും താനെന്താ താഴേക്ക് വീഴാത്തയെന്ന് ആലോചിച്ച് കണ്ണുകൾ പതിയെ തുറന്നപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന ആ നീല കണ്ണുകൾ അവൾ കാണുന്നത്. അവൻ അവളുടെ അരയിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. അവളുടെ ഇരുകൈ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഡാനി അവളെ തന്നെ നോക്കുകയാണ്. നല്ല വിടർന്ന കണ്ണുകളും ഇളം റോസ് നിറത്തിലുള്ള ചുണ്ടുകളും അതിൻ്റെ മുകളിലായുള്ള കുഞ്ഞു മറുകും ഒരു കുഞ്ഞു കറുത്ത പൊട്ടും കാറ്റിനനുസരിച്ച് താളത്തിൽ പാറി പറക്കുന്ന അവളുടെ ഭംഗിയുള്ള മുടിയിഴകൾ അവൻ്റെ മുഖത്ത് തലോടിക്കൊണ്ടിരുന്നു. ആരായാലും നോക്കുന്ന സൗന്ദര്യമായിരുന്നു അവൾക്ക്. ഡാനിക്ക് അവളെ വിടാൻ തോന്നിയില്ല. അതിനനുസരിച്ച് അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടെ പിടിമുറുക്കി അവൻ അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. ശ്രീ കുതറി മാറാൻ നോക്കി. പക്ഷേ അവൻ ഇടുപ്പിൽ പിടിമുറുക്കുന്നതല്ലാതെ അയക്കുന്നില്ല. അവൾ എൻ്റെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു. അവൻ വേദനയോടെ അവളെ പിടിവിട്ടു. താൻ എന്തിനാണോ എന്നെ കയറി പിടിച്ചത്? അവളുടെ ഓരോ ചലനവും അവൻ നോക്കി കാണുകയായിരുന്നു. അവൻ പ്രണയപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കി. ഡോ, താനെന്താ സ്വപ്നം കാണുകയാണോ? ചോദിച്ചതിന് മറുപടി പറയടോ. അപ്പോഴാണ് അവൻ ബോധത്തിലേക്ക് വന്നത്. നീ എന്താടി മാനത്ത് നോക്കിയാണോ നടക്കുന്നത്? എൻ്റെ നെഞ്ചത്തിടിച്ചിട്ട് എന്നോട് തട്ടിക്കയറുന്നോ? അത് ഞാൻ സോറി, കണ്ടില്ല. അതല്ല, നിനക്ക് ഈ സമയം ക്ലാസ്സില്ലേ? ചുമ്മാ ചുറ്റിയടിച്ച് നടക്കുകയാണോ? ക്ലാസ്സിൽ പോടി. അതെ, ഞാൻ ലൈബ്രറിയിൽ ബുക്ക് എടുക്കാൻ. എന്നിട്ട് ബുക്ക് എവിടെ? അതിപ്പോൾ എവിടെ? ദാ താഴെ കിടക്കുന്നു. അവൾ ബുക്കെടുത്തു. എന്നിട്ട് അവനെ മറികടന്ന് പോവാൻ തുടങ്ങി. ഒന്ന് നിന്നേ. അവൾ തിരിഞ്ഞു നോക്കി. എന്ത് സർ? ബുക്കിംഗ് ഇതാ, ഞാൻ വായിച്ചു നോക്കട്ടെ. പക്ഷെ സർ, സാറിവിടെ ക്യാമ്പിന് വന്നതല്ലേ? അതെന്താ, എനിക്ക് വായിച്ചുകൂടുന്നുണ്ടോ? ക്യാമ്പിനുള്ളവർ ബുക്ക് വായിക്കാൻ പാടില്ലെന്ന് വല്ല നിയമവും ഉണ്ടോ? അതല്ല സർ, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. സാറിൻ്റെ ഇഷ്ടം. ബുക്ക് നാളെ തരാം. നീ രാവിലെ ക്യാമ്പിലേക്ക് വന്നാൽ മതി. ഞാൻ അവിടെ ഉണ്ടാകും. വരണം. നീ വന്നില്ലെങ്കിൽ ഞാൻ വന്ന് വാങ്ങിച്ചോളാം സർ. വരുമ്പോൾ വേറെ ബുക്കും കയ്യിൽ വെച്ചോളണം, കേട്ടല്ലോ? എന്നാ പോയിക്കോ, നാളെ കാണാം. അവൾ പതിയെ നടന്നു. പിന്നെ ക്ലാസ്സിലേക്ക് ഒരു ഓട്ടമായിരുന്നു. അവൾ പോയ വഴിയെ പുഞ്ചിരിച്ചുകൊണ്ട് നോക്കിയിരുന്നു. എന്നിട്ട് ക്യാമ്പിലേക്ക് നടന്നു. അവൻ്റെ കയ്യിൽ ആ ബുക്കുണ്ടായിരുന്നു. ആ സമയം അവനെന്തോ വല്ലാത്തൊരു പ്രത്യേകത തോന്നി അവളെന്ന പെണ്ണിൽ. ഇതുവരെയും ഞാൻ അറിഞ്ഞില്ല പ്രിയേ നിന്റെ പ്രണയം. അതിന് നീ എന്നോട് ക്ഷമിച്ചാലും പിണക്കം മറന്ന് ഈയുള്ളവനെ നിന്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകുമോ സഖി? ശ്രീ എഴുതിയതിന് മറുപടിയായി ആ പേപ്പർ ആ ബുക്കിൽ വെച്ച് അവൾ എഴുതിയത് വേറെ മാറ്റിവെച്ചു. ഡാനി പതിയെ കണ്ണുകളടച്ചു ചാരിയിരുന്നു. അവൻ്റെ മനസ്സിൽ നിറയെ ആ സമയം ശ്രീയുടെ മുഖം മാത്രമായിരുന്നു. പിറ്റേന്ന് കോളേജിൽ നിനക്കെന്തൊരു വെപ്രാണം? അതമ്മോ ഒന്നുമില്ല, എക്സാമൊക്കെ അല്ലേ, അതിൻ്റെ ചെറിയൊരു ടെൻഷൻ. നീ എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ലടി, നിനക്ക് തോന്നുന്നതാ. ഞാൻ കണ്ടുപിടിച്ചോളാം. അവൾ കോളേജിൽ കയറുമ്പോൾ കണ്ടു തന്നെയും കാത്ത് കാറിൻ്റെ ബോണറ്റിൽ ചാരി നിൽക്കുന്ന ഡാനിയെ. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ അല്പം മോഡൽ ഡ്രസ്സ് ധരിച്ചൊരു പുട്ടിഭൂതമായിരുന്നു. അവൾ എന്തൊക്കെയോ ഡാനിയോട് പറയുന്നുണ്ട്. ബട്ട് ഡാനി അത് കേൾക്കാതെ സിഗരറ്റ് വലിക്കുന്ന തിരക്കിലാണ്. ഡി, നീ ഇത് ഏത് ലോകത്താ?
അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താനിപ്പോഴും കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അയാളെ വായി നോക്കി നിൽക്കുവാണെന്ന്. അത് ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി, അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്? നീ അയാളെ നോക്കി നിൽക്കുകയല്ലേ? അതാര് പറഞ്ഞു? നീ ചുമ്മാ ഓരോന്ന് പറയണ്ടമ്മോ. അപ്പോൾ അല്ലേ? അല്ല. ആ സാരല്ല, ക്ലാസ്സിൽ പോകാം. നിനക്ക് അങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഇല്ലല്ലോ. നിന്നോട് ഞാനെന്ത് പറയാനാ? എന്നാലും എന്നാ ഗ്ലാമറാ നീ വാമോ, അവരുടെ കാര്യം അവർ നോക്കിക്കോളും, നമുക്ക് ക്ലാസ്സിൽ പോവാം. ക്ലാസ്സെങ്കിൽ ക്ലാസ്. അവർ ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിലെല്ലാവർക്കും പറയാനുള്ളത് ഡാനിയെക്കുറിച്ചായിരുന്നു. ശരിയാ, നല്ല ഭംഗിയാണ് അയാളെ കാണാൻ. ഞാൻ ഉച്ചയ്ക്ക് അയാളുടെ അടുത്തേക്ക് പോകണല്ലോ എൻ്റെ കൃഷ്ണ, അവൾ മനസ്സിലോർത്തു. അവൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനായി കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ച് ലൈബ്രറിയിലേക്ക് പോയി. ഏതോ ഒരു ബുക്ക് എടുത്തു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ദാ നിൽക്കുന്നു മുന്നിൽ നമ്മുടെ കക്ഷി. നിന്നോട് ഞാൻ എപ്പോൾ വരാനാണ് പറഞ്ഞേ? അത് ഞാൻ ഇപ്പോഴാണ് ഫ്രീ ആയേ, അല്ലാത്തപ്പോൾ കൂടെ ഫ്രണ്ട്സ് ഉണ്ടാകും, അതാ ഞാൻ രാവിലെ വരാതിരുന്നേ. എന്നാ വാ. എങ്ങോട്ട്? ക്യാമ്പിലേക്ക്. അവിടെയാണ് എൻ്റെ സ്ഥലം. ഇവിടെ നിന്ന് സംസാരിച്ചാൽ എല്ലാവരും കാണും, അത് നിനക്ക് ദോഷം ചെയ്യും. ഞാനില്ല സർ, സാർ പോയിക്കോ. ഇതാ ബുക്ക്, മറ്റേ ബുക്ക് സാറ് പിന്നെ തന്നാൽ മതി. ഞാൻ നിന്നോട് വരുമോ എന്നല്ല ചോദിച്ചത്, വരാനാണ് പറഞ്ഞത്. അതും പറഞ്ഞ് ഡാനി അവളുടെ കയ്യിൽ പിടിച്ച് ക്യാമ്പിലേക്ക് നടന്നു. ഡാനി അവളെ ക്യാമ്പിനുള്ളിലേക്ക് കൊണ്ടുപോയി ഒരു റൂമിലിട്ട് ഡോറ് ലോക്ക് ചെയ്തു. നിങ്ങളെന്തേ കാണിക്കുന്നേ? ഒന്നും കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. എന്താ? അവൻ പതിയെ ഡോറിൻ്റെ അടുത്തു നിന്നും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവൾ മെല്ലെ പിറകിൽ പോയി എന്തിലോ തട്ടി നിന്നു. ഇനി പോകാൻ വഴിയില്ലല്ലോ എൻ്റെ കൃഷ്ണ. ഈ കാലമാടൻ എന്തിനുള്ള പുറപ്പാടാണോ ആവോ? ഇനി അലറി വിളിച്ചാലോ? വേണ്ട, ചുറ്റും ഇവൻ്റെ ആളുകൾ തന്നെയാണ്. വെറുതെ അലറി എൻ്റെ തൊണ്ട പൊട്ടിക്കുന്നത് മിച്ചം. അവനൊരു കൈ അവളുടെ തലയുടെ ഭാഗത്തുള്ള ചുമരിൽ വെച്ചു. മറ്റേ കൈ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവൻ്റെ നെഞ്ചത്തേക്ക് അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി. ശ്രീകുട്ടി, എൻ്റെ പേരെങ്ങനെ? നീ ആരാണെന്നും എന്താണെന്നും എല്ലാം എനിക്കറിയാം. വളച്ചുകെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. എന്ത്? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വെറുതെ പറയില്ല, എൻ്റെ ജീവനാണ് നീ. നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ നോ എന്ന് മാത്രം പറയരുത്. പറഞ്ഞ നിന്നെ തൂക്കിയെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അത് വേണോ? വേണ്ട. എന്ന എല്ലാം ഇതിലുണ്ട്. നിന്റെ മറുപടി ഇതിൽ വെച്ചാൽ മതി. നാളെ ഞാൻ വന്ന് എടുത്തോളാം. നിന്നിങ്ങോട്ട് കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്ക് കാണാൻ തോന്നുമ്പോൾ ഞാൻ വന്ന് കണ്ടോളും. അവൾ തലയാട്ടിക്കൊണ്ട് ബുക്കും കൊണ്ട് പുറത്തേക്ക് നടന്നു. അവനത് പുഞ്ചിരിയോടെ നോക്കി നിന്നു. തിരിച്ചു പോകുന്ന അവളുടെ ചുണ്ടിലുമുണ്ടായിരുന്നു ഒരു പുഞ്ചിരി, അവന് വേണ്ടി മാത്രമുള്ള പുഞ്ചിരി. ശ്രീ, നീ ഇന്ന് ക്യാമ്പിൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോയിരുന്നോ? അത് ഇല്ലമ്മോ. എന്തേ? ഒന്നുമില്ല. നിൻ്റെ ഇതേ ഡ്രസ്സിട്ട് ഒരു പെൺകുട്ടിയെ ആ ഗ്ലാമർ മുതൽ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് നിത്യ പറഞ്ഞു. അവൾക്ക് തോന്നിയതാവും, അത് ഞാനല്ല. അതെനിക്കുറപ്പല്ലേ നീയല്ല എന്ന്. നീ എന്തുണ്ടേലും എന്നോട് പറയും. പിന്നെ ഞാൻ നിന്നെ എന്തിനു സംശയിക്കണം? അവൾക്കൊരുപാട് സങ്കടം തോന്നി. എന്തായാലും വേണ്ടിയില്ല, നാളെ അമ്മനോടെല്ലാം പറയണം. രാത്രി കിടന്നിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല. പിന്നെയാണ് അവൾ ബുക്കിൻ്റെ കാര്യം ഓർത്തത്. അവൾ ചാടി എണീറ്റു. ബുക്ക് പതിയെ തുറന്നു നോക്കി. അതിലുള്ളത് വായിച്ച് അവളുടെ മനസ്സിലേക്ക് ഡാനിയുടെ മുഖം കടന്നു വന്നു. അവൾ ബുക്കിൽ പുഞ്ചിരിയോടി അതിനുള്ളിൽ മറുപടി എഴുതി. അങ്ങനെ ശ്രീകുട്ടിയുടെ മനസ്സിൽ അവളുടെ ഇച്ഛൻ ഇടം നേടിയിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ഒരുപാട് നേരം അവനെ ഓർത്തുറങ്ങാതെ കിടന്നു. അവൾ പുലർച്ചെ എപ്പോഴോ ആണ് ഉറങ്ങിയത്. പിറ്റേന്ന്, ഡി അമ്മു, എന്താ ബസ് വരുന്നില്ലല്ലോ? അതിന് ടൈം ആവുന്നതല്ലേ ഉള്ളൂ. നമ്മളിന്ന് നേരത്തെ അല്ലേ? നമുക്ക് ഓട്ടോ വിളിച്ച് പോയാലോ? ഡി പെണ്ണെ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, മിണ്ടാതെ നിന്നോ. അല്ലേലും നിന്നോട് ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ വഴിക്ക് വാ. അപ്പോൾ പെട്ടെന്നാണ് അവരുടെ മുന്നിലൊരു ബ്ലാക്ക് ഓടി കാർ വന്ന് നിർത്തിയത്. പതിയെ അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് താഴ്ന്നു വന്നു. ഹായ്, ഞാൻ കോളേജിലേക്കാണ്. നിങ്ങൾ പോരുന്നോ? യൂണിഫോം കണ്ടപ്പോൾ നിങ്ങൾ അവിടെയുള്ളവരാണെന്ന് മനസ്സിലായി. ഒരു ലിഫ്റ്റ് വേണോ? ചോദിച്ച ആളെ കണ്ട് അമ്മുവിൻ്റെ കിളികളെല്ലാം കൂടും വെച്ച് മരം അടക്കം എടുത്തുകൊണ്ട് പോയി. ശ്രീകുട്ടിയാണെങ്കിൽ തൊണ്ടയിലെ വെള്ളം വറ്റി അവനെ തന്നെ വിശ്വാസം വരാതെ നോക്കി നിൽക്കുകയാണ്. അവൾക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം പോലെ തോന്നി.
ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കേൾക്കുന്നില്ലേ? ഡാനിയുടെ ആ ശബ്ദമാണ് അവരെ രണ്ടുപേരെയും ബോധം തിരിച്ചു കൊണ്ടുവന്നത്. ഉള്ള ബോധം വെച്ച് അമ്മ പറയാൻ തുടങ്ങി. അല്ല, അത് പിന്നെ സാറിനെ പോലെ ഒരാൾ ലിഫ്റ്റൊക്കെ കൊടുക്കുമോ? അതെന്താ, എൻ്റെ വണ്ടിയിൽ ആളുകൾ കയറില്ല? അതല്ല, ഞാൻ അങ്ങനെയല്ല. ബാക്കി പറയാൻ വന്നപ്പോഴേക്കും അമ്മുവിൻ്റെ വാ ശ്രീ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് ശ്രീ ഡാനിയോട് പറഞ്ഞു, സാർ പൊയ്ക്കോളൂ, ഞങ്ങൾ ബസ്സിന് വന്നോളാം. എന്നാ ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ബായ്. അതും പറഞ്ഞ് ഡാനി കാറെടുത്ത് പോയി. നീ എന്തിനാ എൻ്റെ വാ പൊത്തിപ്പിടിച്ചേ? നീ വിവരക്കേട് വിളിച്ചു പറയാതിരിക്കാൻ. അതെന്താ, ഞാൻ പറയുന്നത് മുഴുവൻ വിവരക്കേടാണോ? എനിക്ക് സംസാരിക്കാൻ അറിയില്ലേ? എൻ്റെ പൊന്നമ്മു, ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല പറഞ്ഞത്. പിന്നെ അയാൾ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ തന്നെ നിന്റെ ബോധം പോയി കിടക്കുക. അപ്പോൾ പിന്നെ നീ പറയുന്നത് മുഴുവൻ വിവരക്കേടായിരിക്കില്ലേ? അതാ നിന്റെ വാ പൊത്തിപ്പിടിച്ചേ. എടി പരമദ്രോഹി, നിനക്ക് ഞാൻ തരാടി. തരാനുള്ളതേ കോളേജ് വച്ച് തന്നാൽ മതി. ബസ് വരുന്നു, പോവാ. അവർ രണ്ടുപേരും ബസ്സിൽ കയറി. കോളേജിൽ ഞാൻ അമ്മുവിനോട് എങ്ങനെ പറയും? എന്ത് പറയും? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പറയാതിരിക്കാനും പറ്റില്ല. എന്തെങ്കിലും വഴി കാണിച്ചു തരണേ എൻ്റെ കൃഷ്ണ. എന്തായാലും വേണ്ടില്ല, ഇന്നുച്ചയ്ക്ക് ക്യാൻറ്റീനിൽ വെച്ച് അവളോടെല്ലാം പറയണം. ഇനി ഈ ബുക്ക് ലൈബ്രറിയിൽ കൊണ്ടെത്തിക്കാനാണല്ലോ പണി. അപ്പോഴാണ് ക്ലാസ്സിലേക്ക് സാർ കയറി വരുന്നത്. ഡിയർ സ്റ്റുഡൻസ്, എക്സാം ടൈം ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും 2 ബാച്ചാക്കി തിരിക്കാൻ പോവുകയാണ്. ഓരോ ബാച്ചിലുള്ള കുട്ടികളെയും ഓരോ ടീച്ചേഴ്സ് മാനേജ് ചെയ്യും. അതേ ക്രമത്തിൽ തന്നെയായിരിക്കും എക്സാം ഹാളിൽ ഇരിക്കുന്നതും. ഫസ്റ്റ് ബാച്ചിലുള്ള കുട്ടികളും സെക്കൻഡ് ബാച്ചിലുള്ള കുട്ടികളുടെയും പേരുകൾ നോട്ടീസ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അവർ ഇരിക്കേണ്ട ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ടീസ് ബോർഡ് നോക്കി അതാത് ക്ലാസ്സിലേക്ക് മാറേണ്ടതാണ്. നോട്ടീസ് ബോർഡ് നോക്കിയതിനു ശേഷം അതാ നമ്മളിനി എന്തു ചെയ്യും? സാരല്ല, ഇപ്പോഴത്തെ പ്രശ്നമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഒപ്പം ഇരുന്ന തീരെ ശരിയാവില്ല അമ്മു. ക്ലാസ്സിൽ മാത്രമേ വേറെ ആയിട്ടുള്ളൂ. പോകുമ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ? എന്നാലും ഒരെന്നാലുമില്ല. നീ ഇപ്പോൾ ക്ലാസ്സിൽ പോകാൻ നോക്ക്, ഞാൻ എൻ്റെ ക്ലാസ്സിനും പോവട്ടെ. എന്നാൽ ശരി, വൈകുന്നേരം കാണാം. അങ്ങനെ ശ്രീയും അമ്മുവും വെവ്വേറെ ക്ലാസ്സുകളിലായി. ഫുഡ് കഴിക്കുമ്പോൾ പോലും അവർക്ക് തമ്മിൽ കാണാൻ പറ്റില്ലായിരുന്നു. കാരണം രണ്ടുപേർക്കും ക്ലാസ് ടൈം വേറെ സമയത്തായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് പോകുന്നതും അങ്ങനെ തന്നെ. ശ്രീക്ക് ക്ലാസ് വേഗം കഴിയുമായിരുന്നു. അതൊന്നും ശ്രീക്കൊരു പ്രശ്നമായിരുന്നില്ല. ഡാനിയുടെ കാര്യം അമ്മുവിനോട് പറയാത്തത് അവളുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അതുമാത്രമായിരുന്നു അവളുടെ വിഷമം. എനിക്കിഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്നിലെ കുറവുകളെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത്. പക്ഷേ പ്രണയിച്ചു നടക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എൻ്റെ വീടറിയാലോ, അവിടെ വന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും സമ്മതം ചോദിക്കണം. എനിക്കിത്രേ പറയാനുള്ളൂ എന്ന് ഇച്ഛൻ്റെ സ്വന്തം ശ്രീ. അവളുടെ ഇച്ഛയുടെ എന്ന പ്രയോഗം ഡാനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൻ അവൾക്കുള്ള മറുപടി എഴുതി ബുക്ക് തിരികെ ഷെൽഫിലേക്ക് വെച്ചു. എന്നിട്ട് അവൻ തിരികെ ഇറങ്ങി. പക്ഷേ ഇതെല്ലാം പകയോടെ ഒരാൾ നോക്കി കാണുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രണയകാലമായിരുന്നു. അവളുടെ വാക്കനുസരിച്ച് അവളെ കാണാൻ അവൻ ശ്രമിച്ചില്ല. പക്ഷേ എഴുത്തിലൂടെ അവർ പ്രണയിച്ചു. എഴുത്തിലൂടെ അവനും അവളും കൂടുതലെടുത്തു. ക്യാമ്പിലെ അവസാനം അവൻ അവളെ കാണണമെന്ന് പറഞ്ഞു. അവൾക്കും അവനെ കാണണമായിരുന്നു. കാരണം അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ അമ്മുവിനോടെല്ലാം പറയണമെന്ന് അവൾ ഉറച്ച തീരുമാനമെടുത്തു. ക്ലാസ് കഴിഞ്ഞ് അമ്മുവിനോട് ലൈബ്രറിയിലേക്ക് വരാൻ പറഞ്ഞു. അന്ന് കോളേജിലെ അവരുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ശ്രീ അമ്മുവിനെ കാത്ത് ലൈബ്രറിയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ അമ്മു എത്തിയിട്ടും ഡാനി എത്തിയില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് ക്യാബ് നടക്കുന്നിടത്തേക്ക് എത്തി നോക്കി. പക്ഷേ എന്നിട്ടും ഡാനി എത്തിയില്ല. ശ്രീക്ക് സങ്കടവും ദേഷ്യവും വന്നു. അവൾ പോകാനായി എഴുന്നേറ്റു. നീയല്ലേ പറഞ്ഞത് ആരോ വരാനുണ്ടെന്നും ആരെയോ വെയിറ്റ് ചെയ്യുകയാണെന്നും? എന്നിട്ട് പാളെവിടെ? ആരും വരാനില്ല, നമുക്ക് പോകാം. നിനക്കെന്തു പറ്റി? അതെല്ലാം ഞാൻ പിന്നെ പറയാം, ഇപ്പം നമുക്ക് പോവാം. നേരെ ഒരുപാടായില്ലേ? എന്നാലും എന്താ പ്രശ്നമെന്ന് പറഞ്ഞില്ലല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെത്തിയിട്ട് പറയാമെല്ലാമെന്ന്. ആ ഓക്കെ ശ്രീ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? നമുക്ക് പോകാം. അവർ രണ്ടുപേരും പോകാനിറങ്ങി. അപ്പോഴാണ് അപ്പുറത്തെ ലാബ് മുറിയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. കൂടെ ഒരു പുരുഷന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അമ്മുവും ശ്രീയും പതിയെ ജനൽ തുറന്നു നോക്കി. അവിടെ കണ്ട കാഴ്ച അവരെ രണ്ടുപേരെയും ഒരുപോലെ ഞെട്ടിച്ചു. ശ്രീയുടെ കണ്ണിൽ നിന്നും നിർത്താതെ കണ്ണുനീർ വന്നുകൊണ്ടിരുന്നു.
അവൾ വീണു പോകാതിരിക്കാൻ അടുത്തുള്ള തൂണിൽ പിടിച്ചു. ഒടുവിൽ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി വീഴാൻ പോയി. അപ്പോഴേക്കും അമ്മു അവളെ താങ്ങി പിടിച്ചിരുന്നു.